വെള്ളരിക്കുണ്ട് കക്കയത്ത് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ 2025 ജനുവരി ആദ്യവാരം നടത്തുന്ന ഉത്സവത്തിന്റെ നോട്ടീസും സഹസ്രദീപ പ്രോജ്വലന കൂപ്പണും പുറത്തിറക്കി. വെള്ളരിക്കുണ്ട് എസ്.ഐ. അരുൺ മോഹൻ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഡിസംബർ 31 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിലാണ് വെള്ളരിക്കുണ്ട് കക്കയത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ നോട്ടീസും സഹസ്രദീപ പ്രോജ്വലനത്തിന്റെ കൂപ്പണുമാണ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് വെള്ളിയാഴ്ച പുറത്തിറക്കിയത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ്.ഐ. അരുൺ മോഹൻ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. കക്കയം ശ്രീ ചാമുണ്ടേശ്വരി ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹി ജോയിന്റ് RTO ബാലകൃഷ്ണ സാർ, മറ്റു വിശിഷ്ടാതിഥികളെ, ഭക്തജനങ്ങളെ, ഞാൻ ഇവിടെ ഏകദേശം 1 കൊല്ലം കൊണ്ട് ഇവിടെ കാസർഗോഡ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിലെ ഒരു ഫംഗ്ഷന് അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാനൊരു പൂർണ്ണമായൊരു ഈശ്വരവിശ്വാസി തന്നെയാണ്. പ്രത്യേകിച്ചും പിന്നെ ജനിച്ചത് ഹിന്ദു മതത്തിലാണെങ്കിലും എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്. കൂടുതലും നമ്മുടെ ജനിച്ച മതത്തിലെ വിശ്വാസം ഉണ്ട്. അതിൽ പറയാനുള്ള കാര്യം, ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്പലമുണ്ട്, പൂലമ്പായിക്കുളം എന്ന് പറയുന്നത് ദുർഗാദേവി ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഞാൻ അച്ഛൻ കുറെ സാമ്പത്തിക ബാധ്യതയായിട്ടൊക്കെ കുറെ ഉണ്ടായി, എനിക്ക് ജോലിയൊന്നുമില്ല. ആ അവസ്ഥയിൽ അവിടെ നാരങ്ങ വിളക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നാരങ്ങ വിളക്ക്, അത് 21 നാരങ്ങ വിളക്ക് എടുത്താൽ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഇതൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 21 നാരങ്ങ വിളക്ക് കറക്റ്റായിട്ട് അമ്മയുടെ കൂടെ പോയി എടുത്തു. PSC കൂടെ തന്നെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. 21 കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് അഡ്വൈസ് വന്നു. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായിട്ട് അഡ്വൈസ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ SIയുടെ വരികയായിരുന്നു. അതിലും മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം ഈ ഈശ്വര വിശ്വാസമൊക്കെ പൊതുവെ കുറഞ്ഞു വരും. അപ്പോൾ വൈഫ് അത്യാവശ്യം നല്ല വിശ്വാസിയാണ്. അപ്പോൾ അവര് സ്ഥിരമായിട്ട് അമ്പലത്തിലും എല്ലാം പോകാറുണ്ട്. അപ്പോൾ എനിക്ക് കാസർഗോഡ് വെച്ചിട്ടൊരു ബേക്കൽ ജോലി ചെയ്തു വരുന്ന വഴിക്കൊരു ചെറിയൊരു സംഭവത്തെ തുടർന്ന് സസ്പെൻഷൻ കിട്ടിയിരുന്നു. അതിനെ തുടർന്നാണ് ഇവിടെ പോസ്റ്റിംഗ് ആയത്. അപ്പോൾ സാധാരണ പോലീസിൽ സസ്പെൻഷനൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ പുറത്ത് നിൽക്കേണ്ടതായിട്ട് ഒരു അവസ്ഥ വരും. അപ്പോൾ ഞാൻ വീണ്ടും ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കാൻ തുടങ്ങി. കറക്റ്റ് 1 മാസം കൊണ്ട് റീഇൻസ്റ്റേറ്റ് ആവാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈശ്വരവിശ്വാസത്തിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും അതിയായ നന്ദി, നമസ്കാരം. ഇതിന് ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും നേരം എന്റെ വാക്കുകൾ നമസ്കാരം. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ PT നന്ദകുമാർ അധ്യക്ഷനായി. വെള്ളരിക്കുണ്ട് ജോയിന്റ് RTO K ബാലകൃഷ്ണനാണ് സഹസ്രദീപ പ്രോജ്വലനത്തിന്റെ കൂപ്പൺ പ്രകാശനം ചെയ്തത്. ചലച്ചിത്ര താരം ചിത്ര നായർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി ഗണേഷ് ഭട്ട് മഹനീയ സാന്നിധ്യമായി. മാലോത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ ഹരീഷ് P. നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ഷേത്രം സെക്രട്ടറി ബാബുരാജ്, ട്രഷറർ PV ഭാസ്കരൻ, പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ, രാഘവൻ മനോരമ, മാതൃവേദി പ്രസിഡന്റ് ഇന്ദിരാ മധുസൂദനൻ എന്നിവർ ആശംസകൾ നേർന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് PV ഷാജി സ്വാഗതവും മാതൃസമിതി സെക്രട്ടറി ശൈലജ ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.